നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വിപുലമായി ആചരിച്ചു. മന്ത്രി PJ ജോസഫ് ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ കൂട്ടയോട്ടം നടത്തി. മന്ത്രി PJ ജോസഫ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിക്ക് തൊടുപുഴയിൽ തുടക്കമായി. സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വിലയിടിവിനെതിരെ AKCCയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. AKCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പറയനിലം ഉദ്ഘാടനം ചെയ്തു. അർബൻ സഹകരണ ബാങ്ക് തൊടുപുഴ ശാഖയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നവതി സംഗമം നടത്തി. ആദ്യകാല ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ ഗാന്ധി സന്ദേശയാത്ര നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി സന്ദേശയാത്ര നടത്തിയത്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ജോൺ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അനില ജോർജ് തുടങ്ങിയവർ ഗാന്ധി സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി. മന്ത്രി PJ ജോസഫ് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ജോൺ, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അനില ജോർജ്, ADM സന്തോഷ് തുടങ്ങിയവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമവികസന വാരാഘോഷത്തിന്റെ ഭാഗമായി ശുചിത്വ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് ശുചീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ജോസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, പ്രത്യേകിച്ച് ഗ്രാമവികസന വകുപ്പ് എല്ലാവരും ഇന്ന് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ഒരാഴ്ച കാലത്തേക്കുള്ള കർമ്മ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, പ്രസംഗത്തിനല്ല പ്രവൃത്തിയാണ്, പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നമ്മുടെ മഹാത്മജിയുടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാത്മജിയുടെ ജന്മദിനമാണ് നമ്മൾ ശുചിത്വത്തിൻ്റെ ദിനമായിട്ടാണ് നടത്തുന്നത്. എല്ലാ സ്ഥാപനങ്ങളിലും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമവികസന വകുപ്പിൻ്റെ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ അധ്യക്ഷത വഹിച്ചു. MK ബിജു, സുനി സാബു, ജോബി അഗസ്റ്റിൻ, ഏലിക്കുട്ടി മാണി, ബാബു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. കോൺഗ്രസ് നേതാവ് NI ബെന്നി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
ഗാന്ധിസത്തിന് രാജ്യത്തും ലോകത്തുമെല്ലാം വളരെയേറെ പ്രസക്തി ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദുഃഖകരമായ ഇന്ത്യ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുവാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ മോഡിമാരെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സാം ജേക്കബ്, ജിയോ മാത്യു, നിയാസ് കൂരാപ്പള്ളി, CS മഹേഷ്, രാജേഷ് ബാബു, ജോസഫ് ജോൺസൺ, അനിൽ കരിമണ്ണൂർ, സജി കോടിക്കുളം, മാത്തുക്കുട്ടി, TS അമൽ, സിബി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടമറ്റം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പരിസര ശുചിത്വാചരണം നടത്തി. ടൗൺ പരിസരം മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ ഉദ്ഘാടനം വണ്ടമറ്റം പാലത്തിന് സമീപം കാളിയാർ CI C ജയകുമാർ നിർവഹിച്ചു. മാലിന്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ സംസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളമായിട്ടോ അല്ലെങ്കിൽ ഉപയോഗപ്രദമായ ഒരു കാര്യമായിട്ടോ മാറ്റാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് വേണ്ട രീതിയിൽ സംസ്കരിക്കണം. ഈ നമ്മുടെ ഭൂമിയിൽ ഇല്ലാത്ത യാതൊരു സാധനവും ഉണ്ടാവുകയില്ല. പക്ഷെ അത് വേണ്ട രീതിയിൽ സംസ്കരിക്കേണ്ട സമയത്ത് സംസ്കരിക്കുക അല്ലെങ്കിൽ വേർതിരിച്ച് സംസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും മനുഷ്യൻ്റെ മനസ്സ് പോലെ തന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ ഈ ദുഷ്ട ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ സംസ്കരിച്ച് അത് ഉപയോഗപ്രദമായി ക്രിയേറ്റീവായിട്ട് മാറ്റുക എന്നുള്ളത് പോലെ തന്നെ പ്രാധാന്യമുള്ള. പ്രസിഡന്റ് പോൾസൺ മാത്യു, സെക്രട്ടറി TA റോയി എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഇടവട്ടി കനാൽ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി ഇടവട്ടി ബാങ്ക് ജംഗ്ഷൻ മുതൽ കനാൽ ഭാഗം വരെ അസോസിയേഷൻ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു, സെക്രട്ടറി VS പ്രിൻസ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2-ന് ഇടവട്ടി കനാൽ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇടവട്ടി MBIP കനാൽ ഇടവട്ടി ബാങ്ക് ജംഗ്ഷൻ മുതൽ അസോസിയേഷൻ പ്രവർത്തന പരിധിയിൽ വരെ വൃത്തിയാക്കുവാൻ, റോഡിൻ്റെ ഇരുവശവും വൃത്തിയാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പ്രവർത്തകർ വളരെ ഭംഗിയായി ഈ ജോലികൾ ചെയ്തിരുന്നതാണ്. എന്നാൽ ഇന്ന് സർക്കാരിൻ്റെ ചില നടപടിക്രമങ്ങൾ മൂലം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാട് വെട്ടുന്നതിനുള്ള ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഒരാഴ്ചത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കരിമണ്ണൂരിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര അഹിംസാ ദിനവും ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിലാണെന്നും ആ ഗ്രാമങ്ങളുടെ പുരോഗതിയിലൂടെ മാത്രമേ രാജ്യം പുരോഗതി പ്രാപിക്കുകയുള്ളൂ എന്നും സ്വന്തം ജീവിതത്തിൽ കാണിച്ചു തന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണെന്ന് ഒരാഴ്ചത്തെ സേവന പ്രവർത്തികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരാഴ്ച ഈ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പ്രവർത്തനം നടക്കും. കുടുംബശ്രീയുടെയും വ്യാപാരി വ്യവസായികളുടെയും പഞ്ചായത്തിൻ്റെയും മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം AN ദിലീപ് കുമാർ, ഐസക് വർഗീസ്, രാജു കൊന്നനാൽ, ഡോക്ടർ പ്രേംകുമാർ, VJ ചെറിയാൻ, സുശീല ചന്ദ്രൻ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. സ്വാമി അയ്യപ്പദാസ്, കൗൺസിലർ TS രാജൻ, KK കൃഷ്ണപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞിരമറ്റം ഉമാമഹേശ്വര NSS കരയോഗത്തിന്റെ കീഴിലുള്ള മന്നം ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സേവന വാരം ആചരിച്ചു. കരയോഗം സെക്രട്ടറി KS വിജയൻ, വനിതാ സമാജം പ്രസിഡന്റ് പ്രസീത സോമൻ, സെക്രട്ടറി ശാലിനി മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. അല്ലസർ ഡെന്റൽ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ പൂമാല സാംസ്കാരിക വേദി സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പും ദന്ത പരിപാലന ക്ലാസും നടത്തി. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരുടെ ശരീരത്തിലെ പല്ലുകൾ എന്ന അവയവം, അപ്പോൾ ഇതേ പറ്റിയുള്ളൊരു
മെഡിക്കൽ പരിശോധന ഓരോ ജനങ്ങൾക്കും കൊടുക്കുക എന്നുള്ളത് ഈ സാംസ്കാരിക വേദിയിലെ പ്രവർത്തകരെ വളരെ അഭിനന്ദിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വളരെ നമ്മുടെ പല്ലല്ലേ എന്നുള്ളൊരു ധാരണപ്രകാരം ആരും അതത്ര ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല. പല രീതിയിലും നമ്മുടെ പല്ലുകൾക്ക് പല അസുഖങ്ങളും രോഗബാധകളും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇത് പല്ലാണെന്നുള്ളൊരു തോന്നൽ കാരണം നമ്മളത് വളരെ ഒരു മുഖവില കൊടുക്കുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഏറ്റവും നമ്മുടെ ഭക്ഷണ കാര്യത്തിലുള്ള നമ്മൾ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നതിനുള്ള നമ്മുടെ പല്ലുകൾക്ക് വളരെ പ്രധാനമുണ്ട്. അതുപോലെ മറ്റ് അവയവങ്ങളുടെ വളരെ പ്രാധാന്യം നമുക്ക് പല്ലിന് കൊടുക്കാം. സാംസ്കാരിക വേദി പ്രസിഡന്റ് KR അനിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CV പുലിയത്ത് ക്ലാസ് നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ M മോനിച്ചൻ, ബിന്ദു ദിലീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജി രവികുമാർ, മോഹൻദാസ് പുതുശ്ശേരിൽ, അജിത ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് ഇടുക്കി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശ പ്രചരണ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വെങ്ങല്ലൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മന്ത്രി PJ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാഷ്ട്രപിതാവിനെ അനുസ്മരിക്കുന്ന ദിവസമാണിന്ന്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ ആളാണ് മഹാത്മാഗാന്ധി. അക്രമരാഹിത്യത്തിലൂടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച രാഷ്ട്രപിതാവിനെ ആദരിക്കുന്ന ഈ ദിവസത്തിൽ ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെയും കുട്ടികളെയും അവർക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് മുനിസിപ്പൽ കൗൺസിലർ താജു നിസ, ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മുഹമ്മദ് സിയാദ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ MJ ജോസഫ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോമി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളും പൊതുജനങ്ങളും എക്സൈസ് ജീവനക്കാരും പങ്കെടുത്ത കൂട്ടയോട്ടം നഗരം ചുറ്റി തൊടുപുഴ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ജോൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റേഡിയത്തിലെത്തുമ്പോൾ ആരാധനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ TJ ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ തൊടുപുഴ മുനിസിപ്പൽ പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അനധികൃതമായി വിദേശമദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കേസിൽ പഴുക്കാകുളം സ്വദേശിയെ എക്സൈസ് പിടികൂടി. വിദേശ മദ്യശാലകൾ അവധിയായിരുന്ന ഒക്ടോബർ 1-ാം തീയതി അനധികൃതമായി 11.5 ലിറ്റർ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കേസിലാണ് പഴുക്കാകുളം കൊച്ചുപറമ്പിൽ ബെന്നിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പഴുക്കാകുളം കനാൽ പാലത്തിന് സമീപം വെച്ചാണ് എക്സൈസ് സംഘം ബെന്നിയെ പിടികൂടിയത്. പഴുക്കാകുളം ഭാഗത്തും പെരുമ്പള്ളിച്ചിറ അല്ലസർ കോളേജ് പരിസരത്തും ഇയാൾ മദ്യവിൽപ്പന നടത്തുന്നതായി നാട്ടുകാരും എക്സൈസ് ഇന്റലിജൻസും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തി ബെന്നിയെ പിടികൂടിയത്. റെയ്ഡിന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബു മാത്യു നേതൃത്വം നൽകി. പ്രിവന്റീവ് ഓഫീസർമാരായ ജോമി ജേക്കബ്, AS സുഭാഷ്, സിഇഒമാരായ നിസാർ, ബാബു, ഷാജി ജോസഫ്, ഉണ്ണിമോൻ മൈക്കിൾ എന്നിവർ പങ്കെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പഴുക്കാക്കുളം ഭാഗത്ത് മദ്യവിൽപ്പന നടത്തിവന്ന കൊച്ചുപറമ്പിൽ ബെന്നി എന്നയാളെയാണ് ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്തത്. പഴുക്കാക്കുളം ഭാഗത്ത് യുവാക്കൾക്കും അല്ലസർ കോളേജ് പരിസരത്തെ വിദ്യാർത്ഥികൾക്കുമൊക്കെ മദ്യവിൽപ്പന നടത്തി വരുന്നതായി എക്സൈസ് ഇന്റലിജൻസിൻ്റെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് 11.5 ലിറ്റർ മദ്യം പിടിച്ചെടുത്തത്. 23 കുപ്പികളിലായി 11.5 ലിറ്റർ മദ്യമാണ് പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വിപുലമായി ആചരിച്ചു. മന്ത്രി PJ ജോസഫ് ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തി.
സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ കൂട്ടയോട്ടം നടത്തി. മന്ത്രി പി ജെ ജോസഫ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിക്ക് തൊടുപുഴയിൽ തുടക്കമായി. സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വിലയിടിവിനെതിരെ AKCCയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. AKCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പറയനിലം ഉദ്ഘാടനം ചെയ്തു. അർബൻ സഹകരണ ബാങ്ക് തൊടുപുഴ ശാഖയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നവതി സംഗമം നടത്തി. ആദ്യകാല ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.